ആര് പറയുന്നു? ഈ തെറ്റായ വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഏറ്റവും ഭംഗിയായിട്ട് തിരുവോണ ദിവസം ജീവനക്കാർക്കും അന്ന് അവിടെ വന്ന ഭക്തജനങ്ങൾക്കും സദ്യ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. മാത്രമല്ല, ഇപ്രാവശ്യം സദ്യ പിരിവില്ലാതെയും പണപ്പിരിവില്ലാതെയും സ്പോൺസറില്ലാതെയും ദേവസ്വം ബോർഡിൻ്റെ ചിലവിൽ തന്നെ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് വളരെ സന്തോഷം. അതിൽ സന്തോഷമില്ലാത്തവരും ഉണ്ടാവും കേട്ടോ. സാധാരണഗതിയിൽ ഇതിൻ്റെ പേരിൽ പണപ്പിരിവൊക്കെ നടക്കും. ഇപ്രാവശ്യം അന്ന് അനുവദിച്ചില്ല. ബോർഡ് തന്നെ നേരിട്ട് ഏതായാലും ജീവനക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ പിന്നെ അത് സദ്യയായിട്ട് തന്നെ നടത്തി കൊടുക്കുക. അന്നിവിടെ സദ്യ നടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സദ്യ ഇല്ലാതിരിക്കരുത്. അതുകൊണ്ട് തീർത്ഥാടകർക്കും കൊടുത്തു. അതുകൊണ്ട് ബോർഡ് നേരിട്ട് തന്നെ തിരുവോണ സദ്യ നടത്തി. ഇന്ന് തന്നെ 2-3 പേര് എന്നെ വിളിച്ച് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അതെന്തൊക്കെ മോശമായിരുന്നെന്ന് സ്ഥാപിക്കാൻ ചിലർക്കൊക്കെ താല്പര്യമുണ്ട് കേട്ടോ. അതിന് അനുവദിച്ചിട്ടില്ല. കാരണം അയ്യപ്പൻ്റെ പേരിലും തീർത്ഥാടകരുടെ പേരിലും അവിഹിതമായിട്ടുള്ള പിരിവ്, സ്പോൺസർഷിപ്പ് എന്നുള്ള പേരിലുള്ള പരിപാടികളൊന്നും തന്നെ ശബരിമലയിൽ അനുവദിക്കരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് സദ്യ ഭംഗിയായിട്ട് നടന്നു. കഴിച്ചതിലൊരു സീനിയർ ലോയർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു വളരെ നന്നായിരുന്നു. അതുകൊണ്ട് അത് ശരിയല്ലത്. വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പോലീസുകാർക്കും കൊടുത്തു, ജീവനക്കാർക്ക് കൊടുത്തു, ഭക്തർക്കും കൊടുത്തു. ആരാളുടെ കൊടുത്തു. അത് വെറുതെ പ്രചരിപ്പിക്കുന്ന വാർത്തയാണ്. ഞാനിതിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ 3000 ഭക്തർ കഴിച്ചിട്ടുണ്ട്. അത് ആ വാർത്ത ശരിയല്ല. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. അവിടെയുള്ള പത്രക്കാരോട് തന്നെ ചോദിക്കും, മാധ്യമക്കാരോട് ചോദിക്കും. ഇത് സ്ഥിരമായിട്ട് ഇതിൻ്റെ മേൽ പിരിവ് നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വലിയ വിഷമമായി, നിരാശയായിപ്പോയി. അവർക്ക് ഇപ്രാവശ്യത്തെ ഓണം നിരാശയുടെ ഓണമായിപ്പോയി. ഇത് മാത്രമല്ല, അവിടെ പല കാര്യങ്ങളിലും പലതരത്തിലുള്ള അവിഹിതമായിട്ടുള്ള പിരിവൊക്കെ നടത്തുക എന്നൊരു ശീലമുണ്ട് അവിടെ. ആ ശീലം വച്ചു പൊറുപ്പിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ നിർണ്ണയം. ഈ ശബരിമലയ്ക്ക് ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളാണ്. അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും കൂടി ദേവസ്വം ബോർഡിൻ്റെ ജോലിയായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഒരു കാര്യം കൊടുക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ദേവസ്വം ബോർഡ് സ്ഥാനങ്ങളൊന്നും ദളിതനില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡുകളിലൊന്നും. അപ്പോൾ ആ രൂപത്തിൽ കേരളത്തിൽ പറഞ്ഞിരുന്നു കാര്യമൊക്കെ ഇനിയിപ്പോൾ ഒരു വന്നല്ലോ സർക്കാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ എങ്ങനെയാണ് കാണുന്നത് ആ രൂപത്തിൽ? ഞാനത് പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യമുള്ളൊരു വിഷയമല്ല. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനമാണ്. ബോർഡിലൊക്കെ ദളിത പ്രാതിനിധ്യമുണ്ട്, ഞങ്ങളുടെ ബോർഡിലും ഉണ്ട്. ഗവൺമെൻറ് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല. നല്ല കാര്യം. അങ്ങനൊരു വിവേചനം ഇല്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എനിക്കതിനെപ്പറ്റി അഭിപ്രായമില്ല. വേണ്ടത് തന്നെയാണ്, നല്ലത് തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ അസമത്വങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് പോകേണ്ട സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ്. അല്ലാതെ ഞാൻ ഈ വാർത്ത കണ്ടതുമില്ല കേട്ടോ. അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിന് വിലയുമില്ല. അത് ഗവൺമെൻറ് ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല.